പ്രസാദരൂപമായി എന്നെ ഏൽപ്പിച്ചതാണ് ഈ ദേവരാജ സിംഹാസനം. ഇത് സാധാരണക്കാർക്ക് ലഭിക്കത്തക്ക ഒരു പദവിയല്ല. ഇതിനെ സംരക്ഷിക്കുന്നതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. എന്റെ രാജഭരണത്തിൽ ദേവലോകത്തെങ്ങും ദാഹിക്കുന്നവർക്ക് കുടിനീരായി കൊടുക്കുന്നത് അമൃതാണ്. കാംക്ഷകർക്ക് അവരുടെ കാമിതാർത്ഥ്യങ്ങളെ നൽകുന്നു. കാമധേനു ജീവദാത്തമായ മറുപടി കേട്ട് ഞാൻ അതീവ സന്തോഷമാണ്. അതുകൊണ്ട് അസുരന്മാരെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള സന്നാഹത്തോടെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം.
എന്ത് തന്നെയായാലും നാം വളരെ നീക്കുകയില്ല. മഹിഷീരിയുടെ സ്ത്രീയെ നിന്റെ ഉദരത്തിൽ മഹിഷേന്ദ്രൻ ജനിക്കട്ടെ. ഒരു സഹായവും നിനക്ക് നിഷ്പ്രയമായി മാറട്ടെ. സൃഷ്ടികർത്താവേ, പാണിരമണ രക്ഷിച്ചാലും എന്തിനെന്തൊരു ഭയങ്കര തപമൂ ഈ ശാപത്തിൽ നിന്ന് മോചനം നൽകി ഇരേഴ് ലോകത്തും ആധിപത്യം സ്ഥാപിക്കാൻ കഴിവില്ല ഒരു മകനെ സാധിച്ചാലും സ്വാമി, അങ്ങയുടെ ഈ വിചിത്രമായ ഇത് കണ്ട് നാം ദുഃഖിച്ചു പോകും. കാരണം ആ ശുപാർശക മുനിയുടെ ശാപം ആരെക്കൊണ്ടും തടുക്കുവാൻ കഴിയും. സ്വാമി, ആ മുനി ശപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉദരത്തിൽ മഹിഷൻ തന്നെ ജനിക്കുമെന്ന്. വീരശൂര പരാക്രമിയും സൽസ്വഭാവിയും അവന്റെ ശക്തി കൊണ്ട് ദേവലോകം മുഴുവൻ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കും. വിജയി അമ്മേ, ഞാൻ നിങ്ങളുടെ
യക്ഷൻ. യക്ഷൻ. ആ, ഈ യക്ഷൻ വന്ന് അങ്ങനെ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് വിദ്യന്മാർ രാജാവിന്റെ അപ്പൊ രാജാവൊന്നും ചെയ്തില്ലേ? രാജാവ് അവനുമായി മൽപ്പിടുന്നു. ആ മൽപ്പിടുത്തത് ഈ യക്ഷൻ കുതിരിമാർ വീണ്ടും യക്ഷൻ രാജാവിന്റെ മറ്റേ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ സർവശക്തിയുക്തൻ. സർവശക്തിയെടുത്ത് ഹലോ. അലങ്കാരിട്ടു. ഇവിടെ അതല്ലേ എന്നിട്ട് രാജാവ് രാജാവ് ആ യക്ഷൻ ഓടി മറന്നു. ഞാൻ രാജാവിനെ വിളിച്ചു. രാജാവേ, രാജാവ്, രാജാവേ, എന്തില്ല രാജാവ്? ഞാൻ വീണ്ടും വിളിച്ചു. രാജാവ്, 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 രാജാവ് അനക്കമില്ലവേ. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ നോക്കി, ഞാൻ രാജാവിനെ കുലുക്കി വിളിച്ചു. നമ്മളെ വിദ്യന്മാരായ രാജാവും നമ്മളെ വിദ്യമായമ്മേ. മകനെ, ഞാൻ എങ്ങനെ കഴിയാതിരിക്കും? എന്ത് പറ്റിയമ്മേ? അത്തരത്തിലുള്ള ഒരു അനുഭവമല്ലേ ഉണ്ടായത്? എന്താണ് പറയൂ? നീ നിന്റെ അച്ഛനെ ചോദിച്ച ഞാൻ എവിടെ നിന്ന് കാട്ടിത്തരണം മകനെ? നമുക്ക് അവകാശപ്പെട്ട സർവ്വലോക സിംഹാസനം കീഴടക്കുവാൻ വേണ്ടി നിന്റെ പിതാവ് ദേവലോകത്തേക്ക് പോയി. അവിടെ വെച്ച് നടന്ന ഘോര യുദ്ധത്തിൽ ദേവേന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കി ആ സ്ഥാനത്തേക്ക് അപ്പോൾ ഒരു യക്ഷൻ വന്ന് നിന്റെ പിതാവിനെ എന്താണ് ഞാൻ കേൾക്കുന്നത്? നമ്മുടെ പിതാവിനെ ആ ദുഷ്ടന്മാർ വധിച്ചുവല്ലോ. ഇല്ല, ആ പിതാവിനെ നമ്മുടെ പിതാവിനെ വധിച്ച ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. വഴിമധ്യ ആര് വന്നാലും സുരൻ, നരൻ, കിന്നരൻ, കിംപുരുഷൻ, യക്ഷൻ അവരെല്ലാം പടപെടുത്തി തോൽപ്പിച്ച് യമന്റെ ആലയത്തിലേക്ക് വിരുദ്ധനായേക്കും. അമ്മേ, എനിക്ക് ആശീർവാദം നൽകിയാൽ. Thank you.
എല്ലാം നഷ്ടപ്പെട്ടു. നാളും വീടുമില്ലാതെ നനഞ്ഞു വീഴേണ്ട അവസ്ഥയിലായി. ഇനിയും ആ സുരലോകം വീണ്ടെടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ശോണിതാപുരത്ത് മാലിയുടെ ഉദരത്തിൽ മനുഷ്യനെന്നൊരു മഹാമേൽ ധരിച്ചിട്ടു. അവനെ ചെന്ന് കണ്ട് അവനോട് കാര്യങ്ങൾ ഉണർത്തിയാൽ അവൻ സഹായിക്കാതിരിക്കില്ല. അങ്ങനെ അവൻ ബ്രഹ്മാവിൽ നിന്ന് പലവിധ അഷ്ടസിദ്ധികളും കരസ്ഥമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല മരണമില്ലാ മരണം സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ഉണർത്തട്ടെ. എന്റെ പിതാവിനെ വധിച്ച ആ ദുഷ്ടന്മാരെ നിഗ്രഹിക്കണം. അതിനുവേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ടത് ആരോ ഞാനും ആ ദേവലോകത്തിന് കീഴ്പ്പെടുത്താൻ വേണ്ടി അർത്ഥം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ വരവ് നമുക്കൊരു ശുഭസൂചകമാണ്. നമുക്ക് ശുഭശീഘ്രം തന്നെ അങ്ങോട്ടേക്ക് പോകാം. നീ ആരെന്ന് പറയൂ. എന്തിനു വരൂ? നിന്നോട് പറയേണ്ട അവസ്ഥയല്ല. ദേവേന്ദ്രനെ വിളിക്കണമെങ്കിൽ ആദ്യം എന്നോട് യുദ്ധത്തിൽ ജയിച്ചാൽ ഞാൻ മാത്രമല്ല, നിന്റെ കൂടെ വേറെ ആരുമില്ലേ? ദേവേന്ദ്രന്റെ കാവൽപ്പെടുന്ന ഞാൻ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കൂ.
ഇതിനു മുമ്പ് നമ്മെ ആക്രമിച്ച രാക്ഷസന്മാരെ നാം വിരട്ടി ഓടിച്ചിട്ടുണ്ട്. ഇതിനെയും മറന്നവൻ വീണ്ടും വന്നാൽ അവന്റെ അഹങ്കാരത്തെ തീർത്ത് ശരിയായി